നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബേസിക് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് 2019 സ്കീം മോഡ്യൂൾ 1 പാർട്ട് 2 ആണ്. നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് സർക്യൂട്ട്സ് ആണ്. കാരണം നമ്മൾ കഴിഞ്ഞ ഫസ്റ്റ് പാർട്ടിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് ബേസിക് ടെർമിനോളജീസ് ഇൻ ഇലക്ട്രിക്കൽ സർക്യൂട്ട് ഇലക്ട്രിക്കൽ സിസ്റ്റമാണ് നമ്മൾ പഠിച്ചത്. സോ ഇന്ന് നമുക്ക് പഠിക്കാനുള്ളത് വാട്ട് ആർ സർക്യൂട്ട്സ്, എന്താണ് ഒരു സർക്യൂട്ട്, എങ്ങനെയാണ് ഒരു സർക്യൂട്ട് ഉണ്ടാകുന്നത്. സോ ഒരു സർക്യൂട്ട് എന്താണെന്ന് നമുക്ക് നോക്കാം. സോ ഒരു സർക്യൂട്ട് എന്ന് പറയുമ്പോൾ ആക്ച്വലി നമുക്ക് ഒരു ഇൻപുട്ട് കാണും അല്ലേ. ഒരു സർക്യൂട്ട് എന്ന് പറയുമ്പോൾ ആക്ച്വലി ഒരു ഇൻപുട്ട് കാണും, ഒരു ഔട്ട്പുട്ട് കാണും. എന്തൊക്കെ ഉണ്ട്? ഒരു ഇൻപുട്ടുണ്ട്, ഒരു ഔട്ട്പുട്ടുണ്ട്. സോ ഇൻപുട്ടിൽ ഞാനൊരു കാര്യം ചെയ്യാം, ഞാനൊരു ബാറ്ററി കണക്ട് ചെയ്യണം. ഇൻപുട്ടിൽ ഞാനിപ്പോൾ ഒരു ബാറ്ററി കണക്ട് ചെയ്യണം. സോ പോസിറ്റീവ് നെഗറ്റീവ്. ഔട്ട്പുട്ടിൽ ഞാനൊരു കാര്യം ചെയ്യാം, ഞാനൊരു ബൾബ് കണക്ട് ചെയ്യണം. ഇവിടെ ഞാനൊരു ബൾബ് കണക്ട് ചെയ്യണം. ഇൻപുട്ടിൽ എന്താണ്? ഒരു ബാറ്ററി ഉണ്ട്, ഔട്ട്പുട്ടിൽ ഒരു ബൾബുണ്ട്. സോ അതിനെ ഞാനൊരു വയർ വെച്ച് കണക്ട് ചെയ്യണം. വയർ വെച്ച് കണക്ട് ചെയ്യണം. സോ എന്തൊക്കെ പറഞ്ഞു? ഒരു ഇൻപുട്ട് ഉണ്ട്, ഒരു ഔട്ട്പുട്ടുണ്ട്. ഇൻപുട്ടിലൊരു ബാറ്ററിയാണ്, ഔട്ട്പുട്ടിലൊരു ബൾബാണ്. അത് കണക്ട് ചെയ്യാൻ ഞാനൊരു കണക്റ്റിംഗ് വയർ യൂസ് ചെയ്യുന്നുണ്ട്. സോ ഇതാണ് ഒരു സർക്യൂട്ട് എന്ന് പറയുന്നത്. സോ എന്താണ് സർക്യൂട്ട്? സർക്യൂട്ട് കൺസിസ്റ്റ് ഓഫ് ഇൻപുട്ട്. ഈ ഇൻപുട്ടിനെ നമ്മൾ വിളിക്കുന്നത് ലൈൻ എന്നോ അല്ല എങ്കിൽ സോഴ്സ് എന്നോ ആണ്. എന്താണ്? ലൈൻ ഓർ സോഴ്സ്. കാര്യം ഇൻപുട്ടിൽ നമ്മൾ എന്താണ്, ഈ ബൾബ് കത്താനുള്ള എനർജി പ്രൊവൈഡ് ചെയ്യേണ്ട ഒരാളെയാണ് നമ്മൾ കണക്ട് ചെയ്യുന്നത്. സോ അതിനെ നമ്മൾ ലൈൻ എന്ന് വിളിക്കാം, അല്ലെങ്കിൽ സോഴ്സ് എന്ന് വിളിക്കാം. ഇവിടുത്തെ കേസിൽ അതെന്താണ്? ഒരു വോൾട്ടേജ് സോഴ്സാണ് ഞാനിവിടെ കണക്ട് ചെയ്തിരിക്കുന്നത്, ബാറ്ററി ഓഫ് വോൾട്ടേജ് വി. ഇനി അടുത്ത ഔട്ട്പുട്ട് നോക്കുക. ഔട്ട്പുട്ട് എന്താണ്? ഒരു ലാമ്പാണ്. സോ ഔട്ട്പുട്ടിനെ നമ്മൾ ലോഡെന്നോ സിങ്ക് എന്നോ ആണ് നമ്മൾ വിളിക്കുന്നത്. സോ എന്തൊക്കെ പറഞ്ഞു? ഇൻപുട്ട് ഒരു സോഴ്സാണ്. കാരണം ലാമ്പ് കത്തണമെങ്കിൽ എന്ത് വേണം? ഒരു എനർജി പ്രൊവൈഡ് ചെയ്യണം. എനർജി പ്രൊവൈഡ് ചെയ്യുമ്പോൾ അവിടെ ഒരു കറണ്ട് ഫ്ലോ ഉണ്ടാവും. ഒരു കറണ്ട് ഫ്ലോ ഉണ്ടാകുമ്പോൾ ആ കറണ്ട് ഈ ഫിലമെൻറ്റ് വഴി പാസ് ചെയ്ത് എന്താവും? ബ്രൈറ്റർ ആവും. സോ ആരാണോ എനർജി പ്രൊവൈഡ് ചെയ്യുന്നത് അയാളാണ് ലൈൻ ഓർ സോഴ്സ്. ആരാണോ റിസീവ് ചെയ്യുന്നത് അയാളെ നമ്മൾ എന്തെന്ന് വിളിക്കും? ലോഡ് ഓർ സിങ്ക്. ഇനി ഒരാൾ കൂടെ ഉണ്ട്, ഇവരെ കണക്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന വയർ. സോ കണക്റ്റിംഗ് വയർ. സോ ഒരു സർക്യൂട്ടിൽ എന്തൊക്കെ ഉണ്ട്? ഇൻപുട്ട് ഉണ്ട്, വിച്ച് ഈസ് കോൾഡ് ലൈൻ ഓർ സോഴ്സ്. ഔട്ട്പുട്ട് ഉണ്ട്, ലോഡ് ഓർ സിങ്ക്. ആൻഡ് അവർ രണ്ടുപേരെയും കണക്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന കണക്റ്റിംഗ് വയറും ഉണ്ട്. സോ ഇനി നമുക്ക് നോക്കാനുള്ളത് ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്നാണ്. സോ നമുക്കിവിടെ ഒരു വോൾട്ടേജ് സോഴ്സാണ് ഞാൻ ഇവിടെ കണക്ട് ചെയ്തിരിക്കുന്നത്. സോ വോൾട്ടേജ് സോഴ്സ് എന്ത് ചെയ്യും? എനർജി സപ്ലൈ ചെയ്യും. സോ എനർജി സപ്ലൈ ചെയ്യുമ്പോൾ അവിടെ ഒരു കറണ്ട് ഫ്ലോ വരും, ശരിയല്ലേ? എനർജി സപ്ലൈ ചെയ്യുമ്പോൾ അവിടെ നിന്ന് ഒരു കറണ്ട് ഫ്ലോ വരും. ഈ കറണ്ട് നേരെ എങ്ങനെ? ഈ ഫിലമെൻറ്റ് വഴി കയറിയാണ് പിന്നെ സർക്യൂട്ടിലോട്ട് തിരിച്ചെത്തുന്നത്. സോ ഫിലമെൻറ്റിൽ കൂടെ കറണ്ട് പാസ് ചെയ്യുമ്പോൾ അവിടെ എന്താ ഉണ്ടാവും? ഫിലമെൻറ്റ് ഗ്ലോ ചെയ്യും. ഗ്ലോ ചെയ്യുമ്പോൾ എന്താവും? ബ്രൈറ്റർ ആവും. സോ ഇതാണ് ഈ സർക്യൂട്ടിൻ്റെ വർക്കിംഗ്. സോ ഫസ്റ്റ് നമ്മൾ സർക്യൂട്ട് എന്തെന്ന് പഠിച്ചു? സർക്യൂട്ട് കൺസിസ്റ്റ് ഓഫ് an input which is called line or source and an output which is called load or sink, and it is connected using connecting wires. ഈ സോഴ്സ് സിങ്ക് എന്ന് പറയുമ്പോൾ നിങ്ങൾ ഒരു കാര്യം ആലോചിച്ചാൽ, നമ്മളിപ്പോൾ ഒരു പൈപ്പ് എടുക്കുക. സോ പൈപ്പ് തുറന്നു വിട്ടിരിക്കുകയാണ്. പൈപ്പ് തുറന്നു വിടുമ്പോൾ എന്ത് പറ്റും? വെള്ളം താഴോട്ട് പോകും അല്ലേ? ഇത് നമ്മൾ അടുക്കളയിലൊക്കെ കാണുന്ന സിങ്ക്. സോ എന്ത് ചെയ്യും? അതുവഴി ഡ്രെയിൻ ചെയ്യും, ശരിയല്ലേ? സോ പൈപ്പ് നമ്മൾ തുറക്കുമ്പോൾ എന്താണ്? പൈപ്പ് എന്ന് പറയുന്നത് ഇൻപുട്ട്, അതാണ് നമ്മുടെ സോഴ്സ്. താഴത്തെ സ്ലാബ് എന്താണ്? ഡ്രെയിൻ ചെയ്യും, അതാണ് നമ്മുടെ സിങ്ക്. അതുകൊണ്ടാണ് നമ്മളതിനെ സിങ്ക് എന്ന് പറയുന്നത്. സോ ഇതേ മോഡൽ തന്നെയാണ് ഇവിടെ. അതായത് നമ്മളെ ഇൻപുട്ടാണ് ഇവിടുത്തെ സോഴ്സ്, ഔട്ട്പുട്ട് സിങ്ക്. അത് കണക്ട് ചെയ്തിരിക്കുന്നത് യൂസിങ് കണക്റ്റിംഗ് വയേഴ്സ്. ഇതാണ് ഒരു ബേസിക് സർക്യൂട്ട് എന്ന് പറയുന്നത്. സോ നമ്മൾ ഇനി സർക്യൂട്ടിനെ ഡീറ്റെയിൽ ആയിട്ട് നോക്കാൻ പോവുകയാണ്. സർക്യൂട്ട്സ് എന്ന് പറയുമ്പോൾ രണ്ടായിട്ട് നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. ഒന്ന് ഓപ്പൺ സർക്യൂട്ട്, രണ്ട് ക്ലോസ്ഡ് സർക്യൂട്ട്. എന്താണ്? സർക്യൂട്ട്സിനെ നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഒന്ന് ഓപ്പൺ സർക്യൂട്ട്,
രണ്ട് ക്ലോസ്ഡ് സർക്യൂട്ട്. സോ ഓപ്പൺ സർക്യൂട്ടിൻ്റെ മീനിങ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു എനർജി സോഴ്സ് കണക്ട് ചെയ്യണം. സോ ഈ എനർജി സോഴ്സ് കണക്ട് ചെയ്തിട്ട് നമ്മുടെ ഔട്ട്പുട്ട്, അതായത് ലോഡിൻ്റെ സ്ഥാനത്ത് ഓപ്പൺ സർക്യൂട്ടാണെന്ന് വിചാരിക്കുക. നമ്മുടെ എനർജി സോഴ്സ് ലൈൻ കണക്ട് ചെയ്തിട്ടുണ്ട്, ഇവിടെ ഒരു വോൾട്ടേജ് സോഴ്സാണ് കണക്ട് ചെയ്തിരിക്കുന്ന വി. അത് ലോഡിലോട്ട് കണക്ട് ചെയ്യും, പക്ഷേ ലോഡ് ഇവിടെ എന്താണ്, ഓപ്പൺ ആണ്. സോ അപ്പോൾ അവിടെ എന്ത് സംഭവിക്കും, പാത്ത് ഇൻകംപ്ലീറ്റ് ആണ്. എന്താണ്, പാത്ത് ഈസ് ഇൻകംപ്ലീറ്റ്. സൈഡിലും കാണാം പാത്ത് ഈസ് incomplete. A circuit is said to be open circuit if the path for the current flow is incomplete. So അവിടെ current flow നടക്കുമോ? സോ കറണ്ട് എന്താണ്, ഇറ്റ് ഈസ് എ ഫ്ലോ ഓഫ് ഇലക്ട്രോൺസ് എന്ന് മാത്രമേ നമ്മൾ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ കറണ്ട് ഫ്ലോ നടക്കണമെങ്കിൽ ദ പാത്ത് ഷുഡ് ബി കംപ്ലീറ്റ്. അപ്പോൾ ഇവിടെ എന്തല്ല, പാത്ത് ഇൻകംപ്ലീറ്റ് ആണ്. സോ അവിടെ കറണ്ട് ഫ്ലോ ഉണ്ടോ, ഇല്ല. സോ ഫോർ ആൻ ഓപ്പൺ സർക്യൂട്ട് കറണ്ട് I ഈസ് ഈക്വൽ ടു 0. സോ അപ്പോൾ അവിടെ എന്ത് സംഭവിക്കും, നമ്മൾ അപ്ലൈ ചെയ്ത ബാറ്ററിയുടെ വോൾട്ടേജ് എൻറ്റയർ ആയിട്ട് വന്ന് ഈ ഓപ്പൺ എൻഡ്സിൽ വന്ന് കോൺസെൻട്രേറ്റ് ചെയ്യും. ഓപ്പൺ എൻഡ്സിൽ വന്ന് കോൺസെൻട്രേറ്റ് ചെയ്യും. സോ എന്താണ് നമ്മൾ പഠിച്ചത്, ഓപ്പൺ സർക്യൂട്ട് എന്തെന്ന് പഠിച്ചത്. എന്താണ് ഓപ്പൺ സർക്യൂട്ട്? ഇഫ് ദ പാത്ത് ഫോർ ദ ഫ്ലോ ഓഫ് കറണ്ട് ഈസ് ഇൻകംപ്ലീറ്റ് ദെൻ ദ സർക്യൂട്ട് ഈസ് കോൾഡ് ഓപ്പൺ സർക്യൂട്ട്. സോ കറണ്ട് I ഈസ് ഈക്വൽ ടു 0 ഇൻ ദിസ് കേസ്. ഇനി നോക്കുക, വി നമ്മൾ അപ്ലൈ ചെയ്ത വോൾട്ടേജ് എൻറ്റയർലി വന്ന് എന്ത് ചെയ്യും, ഇവിടെ വന്ന് കോൺസെൻട്രേറ്റ് ചെയ്യും. അതിൻ്റെ മീനിങ് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ബാറ്ററിയിലെ വോൾട്ടേജ് എന്ന് പറയുമ്പോൾ നമ്മൾ ബിൽഡിങ്ങിൻ്റെ കേസ്, നമ്മൾ ഫസ്റ്റ് വീഡിയോയിൽ പറഞ്ഞ ബിൽഡിങ്ങിൻ്റെ കേസ് ഒന്ന് എടുത്ത് നോക്കിയാൽ മതി. സോ ഇതൊരു എൻറ്റയർ ഹൈറ്റാണ്, ഒരു ബിൽഡിങ്ങിൻ്റെ എൻറ്റയർ ഹൈറ്റാണ്. ആ ഹൈറ്റിന് തുല്യമായിട്ടൊരു ഹൈറ്റ്. അപ്പോൾ വി ആണ് ഹൈറ്റ് എങ്കിൽ ഇവിടുത്തെ ഹൈറ്റും എന്താണ്, വി ആണ്. കാരണം ഇവിടെ ഒരു ഇൻ്റർഫിയറിംഗ് മെമ്പേഴ്സ് ഒന്നും ആരുമില്ല. സോ ഓപ്പൺ സർക്യൂട്ടിൻ്റെ പ്രത്യേകത എന്താണ്, കറണ്ട് I ഈസ് ഈക്വൽ ടു 0, ഹിയർ ദ പാത്ത് ഈസ് ഇൻകംപ്ലീറ്റ് ആൻഡ് ദ എൻറ്റയർ വോൾട്ടേജ് ഗെറ്റ്സ് കോൺസെൻട്രേറ്റഡ് അറ്റ് ദ ഓപ്പൺ എൻഡ്സ്. ഇനി നേരെ ക്ലോസ് സർക്യൂട്ടിലോട്ട് പോകാം. ക്ലോസ് സർക്യൂട്ട് എന്ന് പറയുമ്പോൾ എന്താണ്, നമ്മൾ പഠിച്ച കാര്യമാണ് ക്ലോസ് സർക്യൂട്ട്. അതായത് ഒരു ബാറ്ററി സോഴ്സ് അതൊരു നമ്മളൊരു ലോഡിലോട്ട് കണക്ട് ചെയ്തു. സോ ഒരു ബാറ്ററി സോഴ്സ് വി, ലോഡിൻ്റെ റെസിസ്റ്റൻസിനെ കുറിച്ച് നമ്മൾ കൂടുതലായിട്ട് പഠിക്കാൻ പോകുന്നു. സോ തൽക്കാലം RL, ലോഡ് റെസിസ്റ്റൻസ് RL. സോ ഒരു ചെറിയൊരു ഇൻട്രൊഡക്ഷൻ തരാം. റെസിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ എന്താണ്, റെസിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ ഒബ്സ്ട്രക്ഷൻ ടു ദ ഫ്ലോ ഓഫ് കറണ്ട്. നിങ്ങൾ പഠിച്ചിട്ടുള്ള കാര്യമാണ് ഒബ്സ്ട്രക്ഷൻ ടു ദ ഫ്ലോ ഓഫ് കറണ്ട്. അതാണ് റെസിസ്റ്റൻസിനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത്. സോ കറണ്ട് ഫ്ലോ നടക്കുമ്പോൾ കറണ്ടിനെ ഒബ്സ്ട്രക്റ്റ് ചെയ്യും. ഇതിൻ്റെ മീനിങ് എന്താണെന്ന് റെസിസ്റ്റൻസ് പഠിക്കുമ്പോൾ പറഞ്ഞുതരാം. സോ വോൾട്ടേജ് ഉണ്ട്, ലോഡുണ്ട്. സോ ഇവിടെ എന്താണ്, ഹാസ് എ പാത്ത് ടു ഫോളോ. സോ പാത്ത് കംപ്ലീറ്റ് ആണെങ്കിൽ, പാത്ത് ഈസ് കംപ്ലീറ്റ്, ഇവിടെ സൈഡിൽ തന്നെ കാണാം, പാത്ത് ഈസ് കംപ്ലീറ്റ് ആണെങ്കിൽ ആ സർക്യൂട്ടാണ് ക്ലോസ്ഡ് സർക്യൂട്ട്. സോ എന്താണ്, I നോട്ട് ഈക്വൽ ടു 0. ഇവിടുത്തെ കേസിൽ എന്താണ്, I നോട്ട് ഈക്വൽ ടു 0. സോ നമ്മൾ സർക്യൂട്ടിനെ കുറിച്ച് എന്തൊക്കെ പഠിച്ചു, ഓപ്പൺ സർക്യൂട്ട് എന്തെന്ന് പഠിച്ചു, ഷോർട്ട് സർക്യൂട്ട് എന്തെന്ന് പഠിച്ചു. ഓപ്പൺ സർക്യൂട്ട് എന്ന് പറയുമ്പോൾ ദി പാത്ത് ഈസ് ഇൻകംപ്ലീറ്റ്, സോ കറണ്ട് I ഈസ് ഈക്വൽ ടു 0. സോ ദ എൻറ്റയർ വോൾട്ടേജ് ഗെറ്റ് കോൺസെൻട്രേറ്റഡ് അറ്റ് ദി ഓപ്പൺ എൻഡ്സ്. എന്താണ് ക്ലോസ് സർക്യൂട്ട്? സോ ഒരു ബാറ്ററി സോഴ്സ് നമ്മളൊരു ലോഡിലോട്ട് കണക്ട് ചെയ്തു. സോ പാത്ത് കംപ്ലീറ്റ്, സോ I നോട്ട് ഈക്വൽ ടു 0. സോ ഇതാണ് ക്ലോസ് സർക്യൂട്ട്. പക്ഷേ നിങ്ങൾ ഒരു സർക്യൂട്ട് നിരന്തരമായിട്ട് നമ്മൾ ഡെയിലി ലൈഫിൽ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ വാർത്ത വരുമ്പോൾ കേൾക്കാറുള്ളതാണ് ഷോർട്ട് സർക്യൂട്ട് എന്ന് പറയുന്നത്. സോ എന്താണ് ഷോർട്ട് സർക്യൂട്ട്? സോ ഷോർട്ട് സർക്യൂട്ട് എന്ന് പറയുന്നത് ആക്ച്വലി ഞാൻ ഈ ലോഡിനെ മായ്ക്കുകയാണ്. ലോഡിനെ മായ്ച്ചിട്ട് അവിടെ ജസ്റ്റ് ഒരു വയറായിട്ട് കണക്ട് ചെയ്യണം. ലോഡിനെ മായ്ച്ചിട്ട് ജസ്റ്റ് അവിടെ ഞാനൊരു വയർ കണക്ട് ചെയ്യണം. സോ അതിൻ്റെ റെസിസ്റ്റൻസ് 0 ആണെന്ന് വിചാരിക്കുക. റെസിസ്റ്റൻസ് 0 ആണെന്ന് വിചാരിക്കുക. സോ ഒരു വോൾട്ടേജ് സോഴ്സിന് ഞാൻ ഡയറക്റ്റ് ഒരു വയർ വെച്ച് ഇതിനെ നമുക്ക് ഷോർട്ട് ചെയ്തു എന്ന് പറയാം. എന്തുകൊണ്ടാണ് ഞാൻ ഷോർട്ട് ചെയ്തു എന്ന് പറയാൻ കാര്യം, റെസിസ്റ്റൻസ് 0 ആയിട്ടുള്ള പാത്തുകളെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഷോർട്ട് സർക്യൂട്ട് എന്ന് പറയുന്നത്. സോ എന്താണ് ഷോർട്ട് സർക്യൂട്ട്? ഷോർട്ട് സർക്യൂട്ട് ഈസ് എ സർക്യൂട്ട് ഇൻ വിച്ച് ദ റെസിസ്റ്റൻസ് ഈസ് 0. നിങ്ങൾക്ക് സ്ക്രീനിൽ മുകളിൽ കാണാം, ഷോർട്ട് സർക്യൂട്ട് ഈസ് എ സർക്യൂട്ട് ഇൻ വിച്ച് ദ റെസിസ്റ്റൻസ് ഇൻ ദ സർക്യൂട്ട് ഈസ് 0. ശരിയല്ലേ? ഇവിടെ ഒരു വോൾട്ടേജ് സോഴ്സ് ഉണ്ട്, അവിടുത്തെ സർക്യൂട്ട് റെസിസ്റ്റൻസ് 0 ആണ്. സോ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, നമ്മളിത് കൂടുതലായിട്ട് ഈ വീഡിയോ മുന്നോട്ട് പോകും. V ഈസ് ഈക്വൽ ടു IR ആണെന്ന് പഠിച്ചിട്ടുണ്ട്. V ഈസ് ഈക്വൽ ടു IR. സോ ഞാൻ ക്ലോസ്ഡ് സർക്യൂട്ടിൻ്റെ ഒരു ആപ്ലിക്കേഷനാണ് പറയുന്നത്. ക്ലോസ്ഡ് സർക്യൂട്ടിൽ R ഈക്വൽ ടു 0 കണ്ടീഷനാണ് ഷോർട്ട്
സർക്യൂട്ട് എന്താണ് ക്ലോസ്ഡ് സർക്യൂട്ടിൽ R is equal to 0 കണ്ടീഷനാണ് ഷോർട്ട് സർക്യൂട്ട്. സോ ആറിൻ്റെ വാല്യൂ എന്തായി 0 ആയോ? സോ വോൾട്ടേജ് എന്താണ് 0. സോ ഔട്ട്പുട്ട് വോൾട്ടേജ് എന്താണ് വി ഔട്ട് ഈസ് ഈക്വൽ ടു 0. അതാണ് ഷോർട്ട് സർക്യൂട്ടിൻ്റെ പ്രത്യേകത. എന്താണ് ഷോർട്ട് സർക്യൂട്ടിൻ്റെ പ്രത്യേകത? വാട്ട് ഈസ് ഷോർട്ട് സർക്യൂട്ട്? ഫസ്റ്റ് ഓഫ് ഓൾ ഷോർട്ട് സർക്യൂട്ട് എന്താണ്? ഷോർട്ട് സർക്യൂട്ട് ഈസ് എ സർക്യൂട്ട് ഇൻ വിച്ച് ദ റെസിസ്റ്റൻസ് ഈസ് 0. സോ റെസിസ്റ്റൻസ് 0 ആണെങ്കിൽ വി ഈസ് ഈക്വൽ ടു IR എന്ന് ഓംസ് ലോയിൽ ക്ലാസ് 12 പഠിച്ചിട്ടുണ്ട്. സോ വി ഈസ് ഈക്വൽ ടു 0. സോ ഔട്ട്പുട്ട് വോൾട്ടേജ് എന്താണ് 0. അപ്പോൾ കറണ്ട് ഈസ് മാക്സിമം. സോ ഷോർട്ട് സർക്യൂട്ടിൻ്റെ മറ്റൊരു പ്രത്യേകതയാണ് I ഈസ് ഈക്വൽ ടു I മാക്സ്. സോ ഷോർട്ട് സർക്യൂട്ടിൻ്റെ പ്രത്യേകതകൾ എന്താണ്? ഫസ്റ്റ് റെസിസ്റ്റൻസ് 0. സോ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വോൾട്ടേജ് 0 ആൻഡ് കറണ്ട് ഫ്ലോയിങ് വിൽ ബി മാക്സിമം. സോ സർക്യൂട്ടിനെ കുറിച്ച് ഒന്നുകൂടെ ബ്രീഫ് ഇൻട്രൊഡക്ഷൻ തരാം. ഓപ്പൺ സർക്യൂട്ട് ഉണ്ട്, ക്ലോസ് സർക്യൂട്ട് ഉണ്ട്. ഓപ്പൺ എന്ന് പറയുമ്പോൾ പാത്ത് ഈസ് ഇൻകംപ്ലീറ്റ്, therefore I is equal to 0. So the entire voltage get concentrated at the open ends. ക്ലോസ്ഡ് സർക്യൂട്ടിൻ്റെ പ്രത്യേകത ഒരു വോൾട്ടേജ് സോഴ്സ് ഉണ്ട്, അത് നമ്മളൊരു ലോഡിലോട്ട്, നിങ്ങളിപ്പോൾ ഈ പടത്തിൽ കാണുന്നില്ല, നമ്മൾ നേരത്തെ വരച്ചതുപോലെ ഒരു ലോഡിലോട്ട് കണക്ട് ചെയ്തു. സോ I not equal to 0, the path is complete. ക്ലോസ് സർക്യൂട്ടിൻ്റെ ഒരു ആപ്ലിക്കേഷനാണ് ഷോർട്ട് സർക്യൂട്ട്. സോ എന്താണ് ഷോർട്ട് സർക്യൂട്ട്? ഷോർട്ട് സർക്യൂട്ട് ഇസ് എ സർക്യൂട്ട് ഇൻ വിച്ച് ദ റെസിസ്റ്റൻസ് R ഈക്വൽ ടു 0. റെസിസ്റ്റൻസ് R 0 ആണെങ്കിൽ V is equal to 0, കാരണം V is equal to IR ആണ്. സോ ഇവിടെ എന്തില്ല? റെസിസ്റ്റൻസ് ഇല്ല. റെസിസ്റ്റൻസ് ഇല്ലെങ്കിൽ കറണ്ട് ഫ്ലോ എന്താണ്? ആരും ഒബ്സ്ട്രക്ട് ചെയ്യില്ല. സോ മാക്സിമം കറണ്ട് ഫ്ലോ ആയിരിക്കും. സോ I is equal to I മാക്സ്. ഇതാണ് ഷോർട്ട് സർക്യൂട്ട്. സോ ഇനി നമുക്ക് എലമെൻറ്റ്സ് എന്താണെന്ന് പഠിക്കാം. നെറ്റ്വർക്ക് എന്താണെന്ന് ഫസ്റ്റ് പഠിക്കാം. നെറ്റ്വർക്ക് എന്താണെന്ന് ഫസ്റ്റ് പഠിക്കാം. സോ ഒരു സോഷ്യൽ മീഡിയ നെറ്റ്വർക്ക് എന്ന് പറയുമ്പോൾ എന്താണ്? അതായത് സോഷ്യൽ മീഡിയ എന്ന് പറയുമ്പോൾ ഫേസ്ബുക്ക് ഉണ്ട്, വാട്സാപ്പ് ഉണ്ട്, ഇൻസ്റ്റഗ്രാം ഉണ്ട്. സോ ഒരു വ്യക്തി, ഇതാണ് ഒരാൾ, അയാളിപ്പോൾ ഫേസ്ബുക്ക് ഉപയോഗിക്കുകയാണ്. സോ അയാളുടെ ഫ്രണ്ടുമായിട്ട് ഇപ്പോൾ കണക്ട് ചെയ്തു. അയാൾ മറ്റൊരു ഫ്രണ്ടുമായിട്ട് കണക്ട് ചെയ്തു. ഇപ്പോൾ ഇയാൾ എന്തെങ്കിലും ഒരു പോസ്റ്റ് ഷെയർ ചെയ്യുമായിരിക്കും, അത് 2 പേർക്ക് ഷെയർ ചെയ്തു. ഈ 2 പേര് 3 പേർക്ക് വെച്ച് ഷെയർ ചെയ്തു. 1 2 3 1 2 3. സോ ഇതാണ് ആക്ച്വലി ഒരു നെറ്റ്വർക്ക്. സോ ഒരു നെറ്റ്വർക്ക് എന്ന് പറയുമ്പോൾ എന്താണ്? ഈ എലമെൻറ്റ്സ് എല്ലാം കൂടി ചേരുമ്പോൾ ഉണ്ടാകുന്ന ഒരു കംപ്ലീറ്റ്, ഇതിന് ഒരു നമുക്ക് വേണമെങ്കിൽ എന്താണ് ഒരു കംപ്ലീറ്റ് ഒരു പാത്ത് എന്ന് വേണമെങ്കിൽ പറയാം. സോ അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. സോ എന്താണ് നെറ്റ്വർക്ക്? നെറ്റ്വർക്ക് എങ്ങനെ ഉണ്ടാവും? എലമെൻറ്റ്സ് ചേരുമ്പോഴേ നെറ്റ്വർക്ക് ഉണ്ടാകത്തുള്ളൂ. സോ ഒരു സർക്യൂട്ടിൽ എന്തുണ്ട്? എലമെൻറ്റ്സ് വരും. ഇനി നിങ്ങൾ അങ്ങോട്ട് പഠിക്കും. നിങ്ങൾ ഓൾറെഡി +2 പഠിച്ചിട്ടുണ്ട്. റെസിസ്റ്ററുണ്ട്, ഇൻഡക്ടറുണ്ട്, കപ്പാസിറ്ററുണ്ട്. അവരെല്ലാം നമ്മൾ എലമെൻറ്റ്സ് എന്നാണ് പറയുന്നത്. സോ ഇവിടുത്തെ നെറ്റ്വർക്ക് നമ്മൾ നമ്മുടെ റിയൽ ലൈഫ് ആപ്ലിക്കേഷൻ വെച്ച് ഞാൻ കണക്ട് ചെയ്തിരിക്കുക. അതായത് ഓരോ എലമെൻറ്റുകളാണ് ഓരോ വ്യക്തികൾ, അതിലൂടെ ഇങ്ങനെ പാസ് ചെയ്ത് പോവുകയാണ്. സോ ഇത് എന്താണ്? ഓരോ എലമെൻറ്റ് ചേർന്ന് കംപ്ലീറ്റ് ആയിട്ട് അവിടെ എന്തുണ്ടായി? ഒരു നെറ്റ്വർക്ക് ഉണ്ടായി. സോ ഇതിന് നമുക്ക് ഇലക്ട്രിക്കൽ സർക്യൂട്ടിലോട്ട് അപ്ലൈ ചെയ്യാം. സോ നമ്മളിനി നെറ്റ്വർക്ക് എന്നൊരു കൺസെപ്റ്റ് ഇനി ഇലക്ട്രിക്കൽ സർക്യൂട്ടിലോട്ട് കൊണ്ടുപോവുകയാണ്. അതിനു മുമ്പ് നമുക്ക് നെറ്റ്വർക്കിനെ ക്ലാസിഫൈ ചെയ്യണം. സോ നെറ്റ്വർക്ക് എന്ന് പറയുമ്പോൾ അത് കൺസിസ്റ്റ് ഓഫ് എലമെൻറ്റ്സ്. ഇപ്പം ഞാനൊരു ബാറ്ററി എടുത്തു, ഇവിടെ ഒരു ലോഡുണ്ട്, ബാറ്ററി എടുത്ത് ലോഡ്. ഈ ലോഡെന്ന് പറയുമ്പോൾ അത് ആര് വേണേ ആവാം. ലോഡെന്ന് പറയുമ്പോൾ അതൊരു മോട്ടർ ആവാം, ഒരു ബൾബ് ആവാം. സോ അതിനിടയിൽ ഞാൻ എന്ത് ചെയ്തു? 2 റെസിസ്റ്റേഴ്സിനെ കണക്ട് ചെയ്തു. ലോഡിന് സോഴ്സിനും ഇടയിൽ 2 റെസിസ്റ്റേഴ്സ്, അതിനെ നമുക്ക് പേര് കൊടുക്കാം R1 R2. അങ്ങനെ 2 പേരെ ഞാൻ കണക്ട് ചെയ്തു. സോ ഈ 2 പേരെ ഞാൻ കണക്ട് ചെയ്യുമ്പോൾ അവിടെ എന്തായി? 2 എലമെൻറ്റ്സ് കൂടിച്ചേർന്നു. സോ 2 എലമെൻറ്റ്സ് കൂടിച്ചേരുമ്പോൾ അവിടെ എന്തായി? ഒരു നെറ്റ്വർക്കായി. സോ ഇതുപോലെ ഇതൊരു സിമ്പിളാണ്, സിമ്പിൾ സർക്യൂട്ടാണ്, ഒരു സിമ്പിൾ നെറ്റ്വർക്കാണ്. ഇതേപോലെ ഇനി ബ്രോഡറായിട്ട് പോവാം. ഇതിപ്പോൾ ഒരു മെഷുള്ളൊരു നെറ്റ്വർക്കാണ്. ഇനി അടുത്ത 2 മെഷുള്ളൊരു നെറ്റ്വർക്ക് ആവാം, 3 മെഷുള്ളൊരു നെറ്റ്വർക്ക് ആകാം. സോ ഇതിങ്ങനെ ബ്രോഡറായിട്ട് ഇങ്ങനെ ക്ലാസിഫൈ ചെയ്ത് പോകും. ഇതൊരു സിമ്പിളായിട്ട് നമുക്ക് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റിയൊരു നെറ്റ്വർക്ക് സർക്യൂട്ടാണ്. ഇനി ഒരു നെറ്റ്വർക്ക് ഉണ്ടാവണമെങ്കിൽ ഒരു മേജർ ഒരു കണ്ടീഷനുണ്ട്. ഒരു നെറ്റ്വർക്ക് ഉണ്ടാകണമെങ്കിൽ there should be at least one closed path. ഇത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അതായത് ഒരു നെറ്റ്വർക്ക് എന്ന് പറയണമെങ്കിൽ അറ്റ്ലീസ്റ്റ് അവിടെ ഒരു ക്ലോസ്ഡ് പാത്തെങ്കിലും വേണം. അപ്പോൾ അത് നമ്മൾ നേരത്തെ വരച്ച പടം എന്ന് പറയുന്നത് എന്താണ്? ഒരു ക്ലോസ്ഡ് പാത്തുള്ളൊരു പടമാണ്. സോ അതൊരു നെറ്റ്വർക്കാണ്. ഇപ്പോൾ 2 പേരും ക്ലോസ്ഡ് പാത്ത് ആണെങ്കിലോ അറ്റ്ലീസ്റ്റ് 1 എന്നാണ്. സോ അതൊരു നെറ്റ്വർക്കാണ്. സോ ഇനി നമുക്ക് നേരെ നെറ്റ്വർക്ക് എലമെൻസിലോട്ട് പോവാം.
നെറ്റ്വർക്ക് എലമെൻറ്റ്സ്. സോ ഈ നെറ്റ്വർക്ക് എലമെൻറ്റ്സിനെ എങ്ങനെയാണ് ക്ലാസിഫൈ ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. സോ ഫസ്റ്റ് ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നതാണ് ആക്റ്റീവ് ആൻഡ് പാസീവ്. എന്താണ്? ആക്റ്റീവ് ആൻഡ് പാസീവ് നെറ്റ്വർക്ക് എലമെൻറ്റ്സ്. സോ എന്താണ് ആക്റ്റീവ്, എന്താണ് പാസീവ്? സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ആക്റ്റീവ് എന്ന് പറയുന്നത് ദേ ആർ എനർജി ഗിവേഴ്സ്. എനർജി ഗിവേഴ്സ് ആണ് ആര്? ആക്റ്റീവ് എലമെൻറ്റ്സ്. പാസീവ് എലമെൻറ്റ്സോ എനർജി അബ്സോർബേഴ്സ്. സോ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ആക്റ്റീവ് എലമെൻറ്റ്സ് എന്ന് പറയുമ്പോൾ ദേ ആർ എനർജി ഗിവേഴ്സ്, പാസീവ് എലമെൻറ്റ്സ് എന്ന് പറയുമ്പോൾ ദേ ആർ എനർജി അബ്സോർബേഴ്സ്. സോ കുറച്ചുകൂടെ ഒന്ന് പ്രിസൈസ് ആയിട്ട് പറയുകയാണെങ്കിൽ എന്തായിരിക്കും? ആക്റ്റീവ് എലമെൻറ്റ്സ് ആർ ദോസ് എലമെൻറ്റ്സ് വിച്ച് സപ്ലൈ എനർജി ടു ദ നെറ്റ്വർക്ക്. നെറ്റ്വർക്കിലോട്ട് എനർജി സപ്ലൈ ചെയ്യുമെങ്കിൽ അവരെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ആക്റ്റീവ് എലമെൻറ്റ്സ് എന്ന് പറയുന്നത്. നിങ്ങൾക്കിവിടെ സ്ക്രീനിൽ കാണാം. ആക്റ്റീവ് എലമെൻറ്റ്സ് ആർ ദോസ് എലമെൻറ്റ്സ് വിച്ച് സപ്ലൈ എനർജി ടു ദ നെറ്റ്വർക്ക്. അടുത്തത് പാസീവ് എലമെൻറ്റ്സ്. പാസീവ് എലമെൻറ്റ്സ് എന്ന് പറയുമ്പോൾ ദേ അബ്സോർബ് ദി എനർജി. പാസീവ് എലമെൻറ്റ്സ് ആർ ദോസ് എലമെൻറ്റ്സ് വിച്ച് അബ്സോർബ് ദ എനർജി അല്ലെങ്കിൽ പവർ. എനർജിയും പവർ തമ്മിലുള്ള റിലേഷൻ ഫസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞു. എനർജി എന്താണ്? ഒരു ടോട്ടൽ ഒരു വാല്യൂ ആണ് എനർജി. പവർ എന്ന് പറയുമ്പോൾ പെർ യൂണിറ്റ് ടൈമിൽ എടുക്കുന്ന. സോ ആക്റ്റീവ് സോഴ്സ് എന്ന് പറയുന്നത് എനർജി അല്ലെങ്കിൽ പവർ സപ്ലൈ ചെയ്യുന്ന ആളുകളാണ്. പാസീവ് എലമെൻറ്റ്സ് എന്ന് പറയുമ്പോൾ എന്താണ്? എനർജി അല്ലെങ്കിൽ പവർ അബ്സോർബ് ചെയ്യുന്ന ആളാണ്. ഇനി ഒന്ന് കണക്ട് ചെയ്യാം. ഒരു സർക്യൂട്ടിൽ എനർജി കൊടുക്കുന്ന ആളുകൾ ആരൊക്കെയാണ്? വോൾട്ടേജ് സോഴ്സ്, കറണ്ട് സോഴ്സ്. VS എന്നും CS എന്നും ഞാൻ റെപ്രസെൻറ്റ് ചെയ്യുന്നത് വോൾട്ടേജ് സോഴ്സും കറണ്ട് സോഴ്സും. ഒരു പാസീവ് എലമെൻറ്റ് എന്ന് പറയുമ്പോൾ എന്താണ്? പവർ അബ്സോർബ് ചെയ്യുന്ന ആളുകൾ അല്ലെങ്കിൽ എനർജി അബ്സോർബ് ചെയ്യുന്ന ആളുകൾ. അവരാരാണ്? റെസിസ്റ്റർ, ഇൻഡക്ടർ, കപ്പാസിറ്റർ. സോ ആക്റ്റീവ് എലമെൻറ്റ്സ് എന്തെന്ന് മനസ്സിലായി, പാസീവ് എലമെൻറ്റ്സ് എന്തെന്ന് മനസ്സിലായി. സോ ആക്റ്റീവ് എലമെൻറ്റ്സ് ആർ ദോസ് എലമെൻറ്റ്സ് വിച്ച് സപ്ലൈ പവർ ഓർ എനർജി ടു ദ നെറ്റ്വർക്ക് ആൻഡ് പാസീവ് എലമെൻറ്റ്സ് ആർ ദോസ് എലമെൻറ്റ്സ് വിച്ച് അബ്സോർബ് ദി പവർ ഫ്രം ദ നെറ്റ്വർക്ക്. സോ പാസീവ് എലമെൻറ്റ്സ് RLC, റെസിസ്റ്റർ, ഇൻഡക്ടർ, കപ്പാസിറ്റർ. ആക്റ്റീവ് എലമെൻറ്റ്സ് വോൾട്ടേജ് സോഴ്സ്, കറണ്ട് സോഴ്സ്. ഇതിലൊരു പ്രത്യേകത കൂടെ ഉണ്ട്. ഈ ഇൻഡക്ടറിനും കപ്പാസിറ്ററും ഉള്ള പ്രത്യേകത എന്ന് പറയുന്നത് അവർ പവർ അബ്സോർബ് ചെയ്യുമ്പോഴും സ്റ്റോറേജ് ക്യാപ്പബിലിറ്റി ഉള്ള എലമെൻറ്റ്സ് ആണ് ആര്? ഇൻഡക്ടർ ആൻഡ് കപ്പാസിറ്റർ. അതായത് പവർ അബ്സോർബ് ചെയ്യുന്ന അല്ലെങ്കിൽ എനർജി അബ്സോർബ് ചെയ്യുന്ന സമയത്ത് ആ എനർജി സ്റ്റോർ ചെയ്യാനുള്ള ഫെസിലിറ്റി ഉള്ള രണ്ട് പേരാണ് ആര്? ഇൻഡക്ടർ ആൻഡ് കപ്പാസിറ്റർ. എന്നിട്ട് ഒരു സമയം എത്തുമ്പോൾ അവർ ഡിസ്ചാർജ് ചെയ്യും. ഇപ്പോൾ കപ്പാസിറ്ററിൻ്റെ കേസിൽ ദേ സ്റ്റോർ എനർജി ഇൻ ദ ഫോം ഓഫ് ഇലക്ട്രിക് ഫീൽഡ്. ഇൻഡക്ടറിൻ്റെ കേസിൽ ദേ സ്റ്റോർ എനർജി ഇൻ ദ ഫോം ഓഫ് മാഗ്നറ്റിക് ഫീൽഡ്. സോ ഈ രണ്ട് കാര്യങ്ങളും ഓർത്ത് വെച്ചിരിക്കുക. ആക്റ്റീവ് എന്താണ്, പാസീവ് എന്താണെന്ന് മനസ്സിലായി. ആക്റ്റീവ് ആരൊക്കെയാണെന്ന് മനസ്സിലായി. RLC പാസീവ് ആണെന്ന് മനസ്സിലായി. അതിൽ LMCയും സ്റ്റോറേജുമായിട്ട് ബന്ധപ്പെട്ട എനർജി സ്റ്റോറേജുമായിട്ട് ബന്ധപ്പെട്ട എലമെൻറ്റ്സ് ആണ്. സോ ഈ ഒരു മാപ്പിംഗ് നിങ്ങൾ വരച്ചെടുക്കുക. സോ ഇനി രണ്ടാമത്തെ ക്ലാസിഫിക്കേഷനാണ് ബൈലാട്രൽ ആൻഡ് യൂണിലാട്രൽ. എന്താണ്? ബൈലാട്രൽ ആൻഡ് യൂണിലാട്രൽ. സോ എന്താണ് ബൈലാട്രൽ, എന്താണ് യൂണിലാട്രൽ? ബോർഡ് വായിക്കാൻ ബുദ്ധിമുട്ടാണവർ സ്ക്രീനിൻ്റെ സൈഡിൽ നോക്കിയാൽ മതി. ബൈലാട്രൽ ആൻഡ് യൂണിലാട്രൽ. സോ ബൈലാട്രൽ ആൻഡ് യൂണിലാട്രൽ ഈ ഒരു ക്ലാസിഫിക്കേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ കറണ്ടിൻ്റെ ഡയറക്ഷൻ അനുസരിച്ച് ക്യാരയ്ക്ക് എന്തെങ്കിലും വ്യത്യാസം വരുമോ? ക്യാര എന്ന് പറഞ്ഞാൽ ക്യാരക്ടറിസ്റ്റിക്സ്, BI ക്യാരക്ടറിസ്റ്റിക്സിന് എന്തെങ്കിലും വ്യത്യാസം വരുമോ ഇല്ലയോ എന്ന് ബേസ് ചെയ്തിട്ടുള്ളതാണ് ബൈലാട്രൽ ആൻഡ് യൂണിലാട്രൽ. ഇപ്പം നമുക്കറിയാം കറണ്ടിന് രണ്ട് ഡയറക്ഷനുണ്ട്. ഒന്നിൽ LHSൽ നിന്ന് RHSലോട്ട് അല്ലെങ്കിൽ RHSൽ നിന്ന് LHSലോട്ട്. ഞാൻ ഇപ്പോൾ സ്ക്രീനിൻ്റെ കേസിലാണ് പറയുന്നത്. അതായത് ഇപ്പോൾ ഇതൊരു കണ്ടക്ടർ ആണെങ്കിൽ ഒന്നിൽ ഇവിടെ നിന്ന് ഇവിടോട്ട് അല്ലെങ്കിൽ ഇവിടെ നിന്ന് ഇവിടോട്ട്. സോ ബൈ എന്ന് പറയുമ്പോൾ എന്താണ്? 2 ഡയറക്ഷൻസ്. യൂണി എന്ന് പറയുമ്പോൾ എന്താണ്? 1 ഡയറക്ഷൻ. സോ ബൈലാട്രലിൻ്റെ പ്രത്യേകത എന്താണ്? ബൈ എന്ന് പറയുമ്പോൾ 2 ഡയറക്ഷൻ. സോ 2 ഡയറക്ഷനിലും ഉള്ള VI ക്യാര സെയിം ആണെങ്കിൽ, അതായത് കറണ്ടിൻ്റെ ഡയറക്ഷൻ എന്ന് പറയുമ്പോൾ ഇവിടെ നിന്ന് ഇങ്ങോട്ട് പോയാലും ഇവിടെ നിന്ന് ഇങ്ങോട്ട് വന്നാലും VI ക്യാര റിമെയിൻസ് ദ സെയിം. സോ VI ക്യാര റിമെയിൻസ് സെയിം ഇൻ ബോത്ത് ഡയറക്ഷൻ. ബോർഡ് വായിക്കാൻ ബുദ്ധിമുട്ടാണ് ഉള്ളവരാണെങ്കിൽ സ്ക്രീനിൻ്റെ സൈഡിൽ നോക്കുക. VI ക്യാര റിമെയിൻസ് സെയിം ഇൻ ബോത്ത് ഡയറക്ഷൻ ആണെങ്കിൽ അത് എന്ന് പറയുന്നത് ബൈലാട്രൽ നെറ്റ്വർക്ക് എലമെൻ്റ് ആണ്. സോ അതിൻ്റെ എക്സാമ്പിൾ എന്ന് പറയുന്നത് കണ്ടക്ടർ തന്നെയാണ്. സോ
ഒരു കണ്ടക്ടറിൻ്റെ പ്രത്യേകത എന്താണ്? കണ്ടക്ടറിൽ ഇവിടെ നിന്ന് ഇവിടോട്ട് പോയാലും ഇവിടെ നിന്ന് ഇവിടോട്ട് വന്നു കഴിഞ്ഞാലും ബി ഐ ക്യാര എന്തായിരിക്കും? സെയിം തന്നെയായിരിക്കും. ഇനി അടുത്തത് യൂണിലാറ്ററൽ എലമെൻറ്റിൻ്റെ പ്രത്യേകത എന്താണ്? സോ യൂണിലാറ്ററൽ എലമെൻ്റ് എന്ന് പറയുമ്പോൾ എന്താണ്? വി ഐ ക്യാര വിൽ ബി ഡിഫറെൻറ്റ്. വി ഐ ക്യാര വിൽ ബി ഡിഫറെൻറ്റ് in both direction. In both direction. നിങ്ങൾക്ക് ബോഡി വായിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ സൈഡിലുണ്ട്. വി ഐ ക്യാര വിൽ ബി ഡിഫറെൻറ്റ് ഇൻ ബോത്ത് ഡയറക്ഷൻ ആണ്. വി ഐ ക്യാര വിൽ ബി ഡിഫറെൻറ്റ് ഇൻ ബോത്ത് ഡയറക്ഷൻ ആണെങ്കിൽ അത് യൂണിലാറ്ററൽ. എക്സാമ്പിൾ നിങ്ങൾ ക്ലാസ് 12 പഠിച്ചിട്ടുണ്ട് ഡയോഡ്. എന്തുകൊണ്ടാണ് ഡയോഡ്? ഡയോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് കൺസിസ്റ്റ് ഓഫ് ഫോർവേഡ് ബയാസ്ഡ് കണ്ടീഷൻ ആൻഡ് റിവേഴ്സ് ബയാസ്ഡ് കണ്ടീഷൻ. നമുക്കിവിടെ പഠിച്ചിട്ടുണ്ട് ഒരു ഡയോഡ് ആനോഡ് ടു കാഥോഡ് മാത്രമേ കണ്ടക്ട് ചെയ്യത്തുള്ളൂ, കാഥോഡ് ടു ആനോഡ് കണ്ടക്ട് ചെയ്യത്തില്ല. അതിൻ്റെ ക്യാര എങ്ങനെ ഇരിക്കും? അതിൻ്റെ വി ഐ ക്യാര ദിസ് ഈസ് വി, ദിസ് ഈസ് ഐ. സോ ഫസ്റ്റ് ഒരു ത്രെഷ് ഹോൾഡ് ഉണ്ട്. ആ ത്രെഷ് ഹോൾഡ് കഴിഞ്ഞതിന് ശേഷം ഇങ്ങനെ പോവും. പിന്നെ റിവേഴ്സ്ഡ് ബയാസ്ഡ് ആണെങ്കിൽ ചെറിയൊരു കറണ്ട് ഉണ്ട്. കറണ്ടിൽ പിന്നെ വോൾട്ടേജ് മാക്സിമം അപ്ലൈ ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? അവസാനം ഒരു ബ്രേക്ക് ഡൗൺ സംഭവിക്കും. ഇതാണ് ഡയോഡിൻ്റെ ക്യാര. ദിസ് ഈസ് ദ ഫോർവേഡ് ബയാസ്ഡ് കണ്ടീഷൻ, ദിസ് ഈസ് ദ റിവേഴ്സ് ബയാസ്ഡ് കണ്ടീഷൻ. സോ കണ്ടോ, വി ഐ ക്യാര ഡിഫറെൻ്റ് അല്ലേ? വി ഐ ക്യാര ഇവിടെ ഒരു റഷ് ആണെങ്കിൽ ഇവിടെ ഒരു നാരോ ഒരു മൈക്രോ ആംബിയർ അല്ലെങ്കിൽ മില്ലി ആംബിയറിൻ്റെ കറണ്ട് റേഞ്ചിലാണ് ഇവിടെ ഫ്ലോ ചെയ്യുന്നത്. സോ വി ഐ ക്യാര വിൽ ബി ഡിഫറെൻറ്റ്. സോ ഡയോഡാണ് യൂണിലാറ്ററൽ എലമെൻറ്റിൻ്റെ എക്സാമ്പിൾ. സോ മൂന്നാമത്തെ ക്ലാസിഫിക്കേഷനാണ് ലീനിയർ ആൻഡ് നോൺ ലീനിയർ. മൂന്നാമത്തെ ക്ലാസിഫിക്കേഷനാണ് ലീനിയർ ആൻഡ് നോൺ ലീനിയർ. സോ എന്താണ് ലീനിയർ, എന്താണ് നോൺ ലീനിയർ? സോ ലീനിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇഫ് വി ഐ ക്യാര ഈസ് എ സ്ട്രെയിറ്റ് ലൈൻ, ഇഫ് വി ഐ ക്യാര ഈസ് എ സ്ട്രെയിറ്റ് ലൈൻ, അതായത് ഇതിനെയാണ് നമ്മൾ ലീനിയർ എന്ന് പറയുന്നത്. എങ്കിൽ അങ്ങനെയുള്ള എലമെൻസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ലീനിയർ നെറ്റ്വർക്ക് എലമെൻറ്റ്സ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ ഈ ഒരു ഗ്രാഫ് നമ്മൾ കണ്ടിട്ടുണ്ട്, വി ഈസ് ഈക്വൽ ടു ഐ ആർ. ഈ ഒരു ഫോർം എന്ന് പറയുന്നത് എന്താണ്? വൈ ഈസ് ഈക്വൽ ടു എം എക്സ് ആണ്. സോ ദ സ്ലോപ്പ് ഓഫ് ദ ലൈൻ ഈസ് എന്ത്? ആറ്. ആറാണ് ഈ ലൈനിൻ്റെ സ്ലോപ്പ് എന്ന് പറയുന്നത്. സോ ഇത് ലീനിയർ ആണ്. ഇതൊരു വി ഐ ക്യാരയാണ്, ഇതൊരു സ്ട്രെയിറ്റ് ലൈനാണ്. സോ ഇത് റെസിസ്റ്ററിൻ്റെ ഒരു പ്രോപ്പർട്ടിയാണിത്. കാരണം റെസിസ്റ്ററിൻ്റെ പ്രോപ്പർട്ടി, ഓംസ് ലോയുടെ പ്രോപ്പർട്ടി എന്താണ്? അണ്ടർ കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചർ ദ വോൾട്ടേജ് വിൽ ബി ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു കറണ്ട്. സോ വി ഈസ് ഈക്വൽ ടു ഐ ആർ. ആ പ്രോപ്പർട്ടിയുടെ ഗ്രാഫാണ് ഇത്. സോ അല്ല എങ്കിൽ എന്താണ്? നോൺ ലീനിയർ ആണ്. അതായത് നോട്ട് ലീനിയർ, പേരിൽ തന്നെ ഉണ്ട്. ഇഫ് ദ എലമെൻറ്റ് ഈസ് സച്ച് ദാറ്റ് ദ വി ഐ ക്യാര ഈസ് എ നോട്ട് എ ലീനിയർ വൺ, ദെൻ ദ എലമെൻറ്റ് ഈസ് കോൾഡ് എ നോൺ ലീനിയർ നെറ്റ്വർക്ക് എലമെൻറ്റ്. സോ നമ്മുടെ നാലാമത്തെ ക്ലാസിഫിക്കേഷനാണ് ലംഡ് ആൻഡ് ഡിസ്ട്രിബ്യൂട്ടഡ് നെറ്റ്വർക്ക് എലമെൻറ്റ്. എന്താണ് ലംഡ് ആൻഡ് ഡിസ്ട്രിബ്യൂട്ടഡ് നെറ്റ്വർക്ക് എലമെൻറ്റ്? ഈ ലംഡിൻ്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ എലമെൻറ്റ് ഈസ് സ്മോൾ, എലമെൻറ്റ് ഈസ് സ്മോൾ compared to element is small compared to applied signal. Element is small compared to applied signal. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ലംഡ് നെറ്റ്വർക്ക് എലമെൻ്റ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് സ്ക്രീനിൻ്റെ മുകളിൽ കാണാം. അതായത് ഒരു ലംഡ് നെറ്റ്വർക്ക് നെറ്റ്വർക്ക് എലമെൻ്റ് എന്ന് പറയുമ്പോൾ എന്താണ്? ദ എലമെൻറ്റ് ഈസ് സ്മോൾ കമ്പയർഡ് ടു ദ അപ്ലൈഡ് സിഗ്നൽ ആണെങ്കിൽ അതാണ് ലംഡ് നെറ്റ്വർക്ക് എലമെൻ്റ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ എന്താണ്? റെസിസ്റ്റർ, ഇൻഡക്ടർ, കപ്പാസിറ്റർ. സോ ഈ റെസിസ്റ്റർ, ഇൻഡക്ടർ, കപ്പാസിറ്റർ ഒക്കെ ആണെങ്കിൽ വളരെ സ്മോൾ സൈസിലുള്ള എലമെൻറ്റ്സ് ആണ്. അവർ നമ്മൾ അപ്ലൈ ചെയ്യുന്നത് ഈവൻ ലാർജ് സ്കെയിൽ ആപ്ലിക്കേഷൻ പോലുള്ള ലാർജ് സിഗ്നലിൽ നമ്മൾ അപ്ലൈ ചെയ്യുന്ന സമയത്തൊക്കെ ഈ സ്മോൾ എലമെൻസിനെയൊക്കെ നമ്മൾ കണക്ട് ചെയ്യാറുണ്ട്. സോ ദ എലമെൻറ്റ് സൈസ് ഈസ് സ്മോൾ ദെൻ കമ്പയർഡ് ടു അപ്ലൈഡ് സിഗ്നൽ. ഇതാണ് നമ്മുടെ ലംഡ് പാരാമീറ്റർ. സോ ഇനി ഒരാളുകൂടെ ഉണ്ട് ഡിസ്ട്രിബ്യൂട്ടഡ്. സോ ഡിസ്ട്രിബ്യൂട്ടഡ് എന്ന് പറയുമ്പോൾ പേരിൽ തന്നെ ഉണ്ട് ഡിസ്ട്രിബ്യൂട്ടഡ് ആണ്. അവർ നമ്മൾ ഐസൊലേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഇപ്പം നമ്മുടെ വീടുകളിലൊക്കെയുള്ള ട്രാൻസ്മിഷൻ ലൈൻ ഇതുപോലെ ഇരിക്കും. ഇതൊരു പോസ്റ്റാണ്, ഇത് മറ്റൊരു പോസ്റ്റാണ്, ഇതുപോലെ ഒരു ലൈൻ ഉണ്ടെന്ന് വിചാരിക്കുക. സോ ആ ലൈനിനെ ഞാനിപ്പോൾ ഇവിടെ എടുത്ത് വരയ്ക്കുകയാണ്. സോ നമ്മൾ മനസ്സിലാക്കുക, ഈ ലൈൻ എന്ന് പറയുമ്പോൾ എന്താണ്? ഇതൊരു കണ്ടക്ടറാണ്. സോ കണ്ടക്ടർ ആകുമ്പോൾ അവിടെ എന്തുണ്ട്? റെസിസ്റ്റർ ഉണ്ട്. അടുത്തത് നിങ്ങൾ ക്ലാസ് 12 മാഗ്നറ്റിസം പഠിച്ച സമയത്ത് ഒരു കാര്യം പഠിച്ചു കാണും. ഒരു കണ്ടക്ടറിൽ കൂടെ
ഒരു കറണ്ട് പാസ് ചെയ്യുമ്പോൾ അതിന് ചുറ്റും ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവും. എന്താണ്? ഒരു കണ്ടക്ടറിൽ കൂടെ ഒരു കറണ്ട് പാസ് ചെയ്യുമ്പോൾ അതിന് ചുറ്റും ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവും. സോ ഒരു മാഗ്നറ്റിക് ഫീൽഡുമായിട്ട് ബന്ധപ്പെട്ട എലമെൻ്റ് ആണ് ഇൻഡക്ടർ. സോ നമുക്ക് 2 എലമെൻറ്റ്സ് ഉണ്ട്, റെസിസ്റ്റർ ഉണ്ട്, ഇൻഡക്ടർ ഉണ്ട്. റെസിസ്റ്റർ എന്താണ്? ഒരു കണ്ടക്ടറിൻ്റെ പ്രോപ്പർട്ടി, ബിക്കോസ് കണ്ടക്ടർ ഹാസ് ഇറ്റ്സ് ഓൺ എന്താണ് റെസിസ്റ്റൻസ്. സോ റെസിസ്റ്റർ R ഉണ്ട്. ഒരു കണ്ടക്ടറിൽ കൂടെ നമ്മൾ കറണ്ട് പാസ് ചെയ്ത് അതിന് ചുറ്റും എന്തുണ്ട്? ഒരു മാഗ്നറ്റിക് ഫീൽഡുണ്ട്. സോ ഒരു L ഉണ്ട്. ഇനി ഒരു കാര്യം കൂടെ ഉണ്ട്, ഇത് 2 കണ്ടക്ടേഴ്സാണ്, അതിന് ഇൻ ബിറ്റ്വീൻ എയർ ആണ്. 2 കണ്ടക്ടേഴ്സ് ഇൻ ബിറ്റ്വീൻ എയർ. നമ്മൾ 2 കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്. എയർ ഒരു ഇൻസുലേറ്ററാണ്, ഒന്നാമത്തെ കാര്യം. 2 കണ്ടക്ടേഴ്സിന് ഇടയ്ക്ക് ഒരു ഡൈഇലക്ട്രിക്കോ ഇൻസുലേറ്ററോ വെച്ച് കഴിഞ്ഞാൽ അവിടെ എന്ത് കിട്ടും? ഒരു കപ്പാസിറ്റർ കിട്ടും. സോ കണ്ടോ, ഒരു നമ്മുടെ ട്രാൻസ്മിഷൻ ലൈൻ എന്ന് പറയുമ്പോൾ എന്ത് സർക്യൂട്ടാണ്? ഒരു RLC സർക്യൂട്ടാണ്, അതും ഡിസ്ട്രിബ്യൂട്ടഡ് ആണ്. ലംഡ് എന്ന് പറയുമ്പോൾ എന്താണ്? സ്മോൾ എലമെൻറ്റ്സ് ആണ്, അപ്ലൈഡ് സിഗ്നൽ ലാർജ് ആണ്, ഒരു വിധത്തിൽ ഐസൊലേറ്റഡ് എന്ന് പറയും. പക്ഷേ ഇവിടെ ഐസൊലേറ്റഡ് ആണോ? അല്ല, ഡിസ്ട്രിബ്യൂട്ടഡ് ആണ്. സോ ഇതാണ് ഡിസ്ട്രിബ്യൂട്ടഡ് നെറ്റ്വർക്ക് എലമെൻറ്റ്. സോ ലംഡിലും ഡിസ്ട്രിബ്യൂട്ടഡിലും ഒരു പ്രത്യേകത കൂടെ ഉണ്ട്. ലംഡിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഈ RLC കമ്പോണൻസിനെ വേണമെങ്കിൽ നമുക്ക് സർക്യൂട്ടിൽ നിന്ന് എടുത്ത് മാറ്റാവുന്നതാണ്, കാരണം സ്മോൾ സൈസ്. അപ്പോൾ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നൊരു കാര്യമാണ്. അതേസമയം ഇവിടെ നോക്കിയാൽ ട്രാൻസ്മിഷൻ ലൈനിലുള്ള പ്രത്യേകത എന്താണ്? ട്രാൻസ്മിഷൻ ലൈനിലുള്ള പ്രത്യേകത നമ്മളത് ഇൻട്രൊഡ്യൂസ് ചെയ്തതല്ല, അത് ഒരു എന്താ പറയുക, ഒരു നാച്ചുറൽ ഫിനോമിന പോലെ ആ കണ്ടക്ടറിൽ പ്രസൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്, അതിനെ നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റത്തില്ല. സോ ഇത് റെസിസ്റ്റർ നമ്മൾ ആഡ് ചെയ്തതല്ല, കണ്ടക്ടറിൻ്റെതായിട്ടുള്ള പ്രോപ്പർട്ടിയാണ് റെസിസ്റ്റൻസ്. ഇനി അടുത്തത്, കറണ്ട് കണ്ടക്ടറിൽ കൂടെ പാസ് ചെയ്യുമ്പോൾ അതിന് ചുറ്റും ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവും. സോ നമ്മൾ ഇൻഡക്ടർ നമ്മൾ വെച്ച് കൊടുത്തതല്ല. ഇനി 2 കണ്ടക്ടേഴ്സിന് ഇടയിൽ ഒരു കപ്പാസിറ്റർ, അത് നമ്മൾ കണക്ട് ചെയ്ത് കൊടുത്തതല്ല, അത് ഇൻഹറൻ്റ് ആയിട്ട് വന്ന ഒരു പ്രോപ്പർട്ടിയാണ്. സോ ഡിസ്ട്രിബ്യൂട്ടഡും ലംഡും തമ്മിൽ മറ്റൊരു വ്യത്യാസം ഇതാണ്, ഇത് നമ്മൾ ഒരു സർക്യൂട്ടിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന കാര്യങ്ങളാണെങ്കിൽ ഇത് നമുക്ക് മാറ്റാൻ പറ്റാത്ത, ഇലക്ട്രിക്കലി നോട്ട് സെപ്പറബിൾ എലമെൻറ്റ്സ് ആണ് ആര്? ഡിസ്ട്രിബ്യൂട്ടഡ് പാരാമീറ്റേഴ്സിലുള്ളത്.